ജനാർദ്ദനക്കുറിപ്പാണ്. വാശിയും പഞ്ചതത്വം എന്നുള്ളതിൽ 24-ാം പേജിൽ ദിവ്യവീര പശുഭാവങ്ങൾ രുദ്രയാമളത്തിൽ നിർത്താം. 1-ാം അധ്യായം സിദ്ധമന്ത്രപ്രകരണം. സാധകന് ദിവ്യവീര പശു എന്നീ 3 വിധം ഭാവശക്തി പ്രധാനമാണ്. പശുഭാവം കൊണ്ട് ജ്ഞാനസിദ്ധി ഉണ്ടാകുന്നു. അതിനാൽ പശു ആചാരത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വീരഭാവം കൊണ്ട് ക്രിയാസിദ്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് സാധകൻ സാക്ഷാൽ രുദ്രനായിത്തീരുന്നു. അതിൽ സംശയം വേണ്ട. വീരഭാവവും ദിവ്യഭാവവും പരസ്പരം ഭിന്നമല്ല, ഒന്ന് തന്നെയാണ്. എന്നാൽ ഈ ബ്രഹ്മാണ്ടം ആത്മസ്വരൂപമാണ്. ഈ വിധത്തിലുള്ള ആത്മസാക്ഷാത്കാരം തന്നെയാണ് ദിവ്യഭാവം. ദിവ്യഭാവത്തിൻ്റെ ഉദയം കൊണ്ട് ദേവതാദർശനം സാധ്യമാകുന്നു. വീരഭാവം ഉദിക്കുന്ന മൂലം മന്ത്രസിദ്ധിയും ഉണ്ടാകുന്നു. ഇതുമൂലം അദ്വൈതാചാര ലക്ഷണം പ്രകടമായിത്തീരുന്നു. ആദ്യമായി പശുഭാവം നേടുന്നതിന് രാത്രിയിൽ കർമ്മങ്ങൾ ചെയ്യരുത്. പകൽ തന്നെ കുളിയും പൂജയും നിത്യക്രിയകൾ ആചരിക്കണം. പശുഭാവത്തിൽ ശുചിഭാവം കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യവും പുരസ്ചരണം പോലെ സിദ്ധിയായിത്തീരുന്നു. പശുഭാവം ഇല്ലാതെ നിശ്ചയത്തോടെയുള്ള ഇന്ദ്രിയങ്ങളുടെ മേലുള്ള വിജയം ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യവും പുരുഷം പോലെ സിദ്ധിയായിത്തീരുന്നു. പശുഭാവം ഇല്ലാതെ നിശ്ചയത്തോടെയുള്ള ഇന്ദ്രിയങ്ങളുടെ മേലുള്ള വിജയം പ്രാപിക്കാൻ കഴിയില്ല. പശുഭാവം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ദമനവും ശമിക്കുന്നു. കാലത്തിൻ്റെയും ദമനം നശിക്കുന്നു. രാത്രിയിൽ അടുത്ത പ്രഭാതം വരെ പ്രത്യക്ഷണം യോഗാഭ്യാസം ചെയ്ത് യോഗപരിശീലനത്തിൽ മിടുക്കനായിത്തീരണം. ഇങ്ങനെയുള്ള യോഗപരായണന് ദേവീപ്രസാദമുണ്ടാകും. യോഗപ്രശംസ. യോഗം എല്ലാ വിധത്തിലുള്ള സുഖവും നൽകുന്നു. അതിനാൽ എല്ലാ കാലവും യോഗം ചെയ്യണം. യോഗ കൽപ്പവൃക്ഷം പോലെ യുക്തമുള്ളതിനായതിനാൽ അഭീഷ്ടങ്ങളെല്ലാം സാധിപ്പിച്ചു തരും. എല്ലാ പാതങ്ങളെയും നശിപ്പിക്കുന്നു. ഭാവപ്രശംസ. മഹാവീരഭാവത്തിലോ മഹാധീരനായ സാധകൻ ദിവ്യഭാവത്തിലോ ഇരുന്നാൽ തന്നെ സിദ്ധി ലഭിക്കുന്നു. പശുഭാവ സാധകൻ ദേവിയെ ഹൃദയ രൂപപീഠത്തിലിരുത്തി മന്ത്രസാധനം ചെയ്താലും സിദ്ധി ലഭിക്കുന്നു. മനോരമ ഭാവിത്രയം. പശുഭാവം, വീരഭാവം, ദിവ്യഭാവം കൊണ്ട് മാത്രമേ ക്രിയകൾക്ക് സഫലത ഉണ്ടാകുള്ളൂ. വീരഭാവവും ദിവ്യഭാവവും ക്രിയകളെ ഫലവത്താക്കുന്നു. ഹീനജാതിയിൽ പിറന്ന പശുഭാവ സാധകനും വീരഭാവ സാധകനും എന്നിൽ പ്രാപ്തമാണ്. എന്നാൽ ശാസ്ത്രങ്ങളിൽ കീഴടക്കപ്പെട്ട മനസ്സോടുകൂടിയ ഈ കലിയുഗത്തിൽ എൻ്റെ ദർശനം സാധിച്ചേക്കില്ല. 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ ശാസ്ത്രങ്ങൾക്ക് മന്ദമില്ല. തർക്കം തുടങ്ങിയ അനേകം ശാസ്ത്രങ്ങളുണ്ട്. മനുഷ്യൻ്റെ ആയുസ്സാണെങ്കിൽ അല്പം മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ കോടിക്കണക്കിന് വിഘ്നങ്ങളുമുണ്ട്. എന്നാൽ ഹംസം ജലത്തിൽ നിന്നും പാലു മാത്രം കുടിക്കുന്നത് പോലെ ശാസ്ത്രങ്ങളുടെ സാരം മാത്രം അറിയണം. ഈ ഘോര കലിയുഗത്തിൽ ദിവ്യഭാവവും വീരഭാവവും എന്നിവയുള്ളവർ അവനവൻ്റെ മനസ്സിനെ മഹാവിദ്യയിൽ ചേർത്ത് എൻ്റെ മഹാഭക്തനായ മഹാവിദ്യയുടെ പരമപദം ദർശിക്കണം. മൗനധാരണം ചെയ്യുന്ന സാധകർ എല്ലായ്പ്പോഴും സാധനയിൽ മുഴുകണം. എന്നിട്ട് ദിവ്യഭാവത്തിലോ വീരഭാവത്തിലോ എൻ്റെ ചരണകമലങ്ങൾ ദർശിക്കണം. വലിയ ഉത്തമഫലങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാഹ്മണർക്ക് 2 ഭാഗങ്ങളിലും ഗ്രഹിക്കുന്നതാണ്. അവധൂതന്മാർ 2 ഭാഗങ്ങളുണ്ട്. ഈ 2 ഭാഗങ്ങളിലും പ്രഭാവം കൊണ്ട് സാധകൻ മഹായോഗിയായിത്തീരുന്നു. ഈ 2 ഭാഗങ്ങളെ സിദ്ധി നേടുന്നതുകൊണ്ട് തന്നെ മൂർഖനും വാചസ്പതിയായിത്തീരും. തന്ത്രാർത്ഥങ്ങൾ സിദ്ധിച്ചവനും എല്ലാ വർണ്ണങ്ങളും വിഹിതമാണ്. 2 ഭാവങ്ങളും കൈവരിച്ചിട്ടുള്ളവൻ സാക്ഷാൽ രുദ്രനാകും. സംശയം വേണ്ട. ഭാവദ്വയം എല്ലാ ഭാവജ്ഞന്മാരുടെയും സാധനയാവുന്നു. ഭാവത്തിനെ അറിയുന്ന സാധകൻ ഭക്തിയോഗത്തിലെ ഇന്ദ്രനാണ്. അവർ തങ്ങളുടെ തന്ത്രാർത്ഥത്തിൻ്റെ പാരദർശികളാണ്. നിത്യവും ഉത്തമമായ ജഡമായും പോലെ ഇരിക്കുന്നു. വൃക്ഷത്തിൽ പൂക്കളുണ്ടായാൽ മൂക്കാണ് ഗന്ധമറിയുന്നത്. തത്വശാസ്ത്രം അറിയുന്നവർ ധാരാളം ഉണ്ടായേക്കാം. എന്നാൽ ഭാവം അറിയുന്നവർ വളരെ കുറവാണ്. ബുദ്ധിഹീനം പഠിച്ചിട്ട് എന്ത് കാര്യം? അന്ധനോട് കാഴ്ചപ്പറ്റി പ്രസംഗിച്ചിട്ട് എന്ത് ഫലം? എല്ലാം വ്യർത്ഥമാണ്. ഈ വിധം തന്നെ പ്രജ്ഞാവാന്മാർക്ക് ധർമ്മശാസ്ത്രജ്ഞാനം ബന്ധന കാരണമാകുന്നു. എന്നിങ്ങനെയാണ് ഭാവമറിയാത്തവൻ്റെ സ്ഥിതി. ശാസ്ത്രാർത്ഥങ്ങളുടെ നിശ്ചയമായ ജ്ഞാനം വേണം. ജ്ഞാനമറിയാൻ സ്വന്തം മനസ്സിൽ ഞാൻ കർത്താവാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ സർവ്വവ്യാപിയാകുന്നു എന്നിങ്ങനെയെല്ലാം ചിന്തിക്കുന്നു. ശാസ്ത്രജ്ഞാനി ക്ഷണികമായ ഇടിവാൾ മിന്നലിനെ 1000 വർഷം കാണുന്നു. എന്നാൽ തന്ത്രജ്ഞനും ഭാവജനുമായ മഹാജ്ഞാനി ഒരു ചന്ദ്രനെ 1000 ചന്ദ്രനായി കാണുന്നു. കോടിക്കണക്കിന് വർഷം ഈ വിധം തപസ് ചെയ്യുന്നതുകൊണ്ട് മനുഷ്യൻ നേടുന്ന ഫലമെല്ലാം എൻ്റെ ചരണങ്ങളിലെ പൊടിയെ ഒരു ക്ഷണമാത്രം ധ്യാനിക്കുന്നതുകൊണ്ട് തന്നെ നേടുന്നു. തൽക്കാലം ഇനി ആത്മീയ ചക്രധ്യാനം. നമഃ